അനിക്കുട്ടാ ആ ചാലൊന്ന് കീറി വിടറാ. കഴിഞ്ഞ തവണ മഴ ആയിരുന്നു, ഇത്തവണ അതൊക്കെ മുൻകൂട്ടി കാണണം കേട്ടോ. വളത്തിന്റെ കാര്യം എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. ഓ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞികൃഷ്ണനെ കണ്ടാ മതി കേട്ടാ. ഓ ശരി മുതലാളി. പിന്നെ തേങ്ങയുടെ ആളെ കിട്ടിയ മുതലാളി? ഇന്ന് ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ മുതലാളി, ആ ബാബുവിനെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും നിർത്തണമായിരിക്കും നല്ലത്. വെട്ട് സമയം കഴിഞ്ഞിരിക്കുക. കെട്ടുസമയം കഴിഞ്ഞ? അതല്ല മുതലാളി, തേങ്ങ ഇടാൻ സമയമായി, എല്ലാം വീണ് തുടങ്ങി. എടാ, ബാബു ആകുമ്പോ കൂടുതൽ അറിവൊന്നുമില്ല, നമുക്ക് പറ്റിയ ആള്. അത് മുതലാളി പറയടാ. മുതലാളി അറിയാവുന്ന ആളല്ലേ വേണ്ടത്, അല്ലെങ്കിൽ ഉള്ള കരിക്കെല്ലാം വെട്ടിയിടൂലേ. അതല്ലടാ, ഒരു തെങ്ങി കയറാ ഇപ്പൊ എത്ര രൂപ കൊടുക്കണം? അത് പല റേറ്റാണ്, എന്നാലും ഒരു 100-100 ഉണ്ടല്ലോ. ഈ വിവരം അവനറിയില്ല എന്നാ ഞാൻ പറഞ്ഞത്. നമ്മള് കൊടുക്കണ വാങ്ങിച്ചോണ്ടങ്ങ് പോവും. മുതലാളി, കുഞ്ഞികൃഷ്ണേട്ടൻ വരുന്നുണ്ട്. കൂടെ ആ രഘു ഉണ്ടല്ലോ. ആര്? തേങ്ങയിടാനൊക്കെ പോകുന്നവനാ, പക്ഷെ ആളിത്തിരി. ബാബു പറഞ്ഞു വിട്ടതാ തേങ്ങയിടാൻ. എന്താണോ അതിന്റെ പേര്? രഘു എന്നാണ് അങ്ങനെ എന്റെ പേര്. നീ എവിടെ ഉള്ളതാ? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉള്ളതാ. വീട് എവിടാന്ന് പറയടാ. തോട്ടക്കര. തോട്ടക്കരയിൽ? തോട്ടക്കര രഘു. അച്ഛന്റെ പേര് പറയടാ. അതൊക്കെ വഴിയേ പറയാം. ഇപ്പം വെട്ട എനിക്ക് വേറെ വെട്ടുള്ളതാ. അഹങ്കാരി. ബാബുന് എന്നാ പറ്റി? ബാബു ചേട്ടന് സുഖമില്ല. എന്നാ കയറ്. ഓ, ഇവൻ ആരുടെ? ഇവൻ എങ്ങനെ വിട്ട ഇവൻ നമ്മുടെ തലയിൽ കയറും. ഞാൻ തലയിൽ കയറുന്ന ആളല്ല, തെങ്ങി കയറുന്ന ആളാ. ഭയങ്കര വഴുക്കലാണല്ലോ മുതലാളി.